നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP ക്യാമ്പിന് NDA ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് BJPക്കും NDAക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമാണ്. എന്നാൽ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നു. കേരളത്തിലെ BJPയുടെ കുതിപ്പ് പറയുന്നതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ തള്ളിപ്പറയുകയാണ് കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജനും കോൺഗ്രസിൻ്റെ നേതാവ് KC വേണുഗോപാലും. എക്സിറ്റ് പോളിൽ ദുരൂഹതയുണ്ടെന്ന് ഇടതുപക്ഷം ആരോപിക്കുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസനീയമല്ല എന്ന് പറയുകയാണ് കോൺഗ്രസ്. അതേസമയം രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 360 മുതൽ 390 വരെ സീറ്റുകൾ എക്സിറ്റ് പോൾ നടത്തിയ എല്ലാ ഏജൻസികളും BJPക്കും NDAക്കും വ്യക്തമാക്കി പറയുന്നു. BJP ഇതര നിലപാടുകൾ സ്വീകരിക്കുന്ന ദൈനിക് ജാഗരൺ അടക്കം, സാധാരണ ദൈനിക് ജാഗരൺ ഒരിക്കലും BJP നിലപാട് സ്വീകരിക്കാറില്ല. ആ ദൈനിക് ജാഗരൺ അടക്കം BJPക്ക് 280 മുതൽ 350 വരെ എന്ന ഒരു വൈഡ് റേഞ്ചിലുള്ള ഫലമാണ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം CNN, അതുപോലെ തന്നെ ആക്സിസ് ഇന്ത്യ, അതുപോലെ തന്നെ ടൈംസ് നൗ, അങ്ങനെ നിരവധി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നടത്തിയ ചാനലുകൾ, ഏജൻസികൾ, News 18 അങ്ങനെയുള്ള ആ ഏജൻസികളൊക്കെ തന്നെ, ചാനലുകളൊക്കെ തന്നെ നടത്തുന്ന സർവേകളിൽ ഏകപക്ഷീയമായി മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. 350+ ആണ് NDAക്ക് ഏകദേശം എല്ലാ ഏജൻസികളും നൽകുന്ന സീറ്റ് വിഹിതം. അതിൽ BJP മാത്രം 310 മുതൽ 330 വരെ സീറ്റുകൾ നേടുമെന്ന് എല്ലാവരും പറയുന്നു. എന്തായാലും BJP ഒറ്റയ്ക്ക് 330 മുതൽ 340 സീറ്റ് വരെ നേടുമെന്നാണ് BJP ക്യാമ്പിൻ്റെ തന്നെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിലനിർത്തുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടലിലും കിഴിക്കലിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെ BJP ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. കാരണം നേരത്തെ നടന്ന 3-4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ അധികമായ സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമികളിൽ ശക്തമായ മുന്നേറ്റമുണ്ട്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റ് നിലയിൽ വലിയ കുറവൊന്നും BJPക്ക് ഉണ്ടായിട്ടില്ല. തെക്കേ ഇന്ത്യയിലാകട്ടെ BJP ലക്ഷ്യം വച്ച നേട്ടത്തിനൊപ്പം എത്താൻ കഴിയുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നൽകുന്നത്. അതായത് തെക്കേ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു പ്രത്യേക പാക്കേജ്, തെക്കേ ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി നടത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം വിജയിച്ചു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലം നൽകുന്നത്. കേരളത്തിൽ 1 മുതൽ 4 സീറ്റ് വരെ നേടാനുള്ള സാഹചര്യമുണ്ട് എന്ന് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. തമിഴ്നാട്ടിൽ 1 മുതൽ 5 വരെ എന്ന് പറയുന്നു, 1 മുതൽ 3 വരെ എന്ന് പറയുന്നു. കർണാടകയിലാകട്ടെ വമ്പിച്ച മുന്നേറ്റം, 33 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത. തെലുങ്കാനയിൽ 10 സീറ്റുകൾ BJPക്ക് നേടാനാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവചനം ഇപ്പോൾ നടക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസിന് 3-4 സീറ്റുകൾ ഉയർത്താൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസിന് ചെറിയൊരു ആശ്വാസമാണ്. UPയിൽ NDA അവരുടെ തേരോട്ടം നടത്തും, മധ്യപ്രദേശ് തൂത്തുവാരും. രാജസ്ഥാനിൽ BJP സീറ്റുകൾ നിലനിർത്തും. ചിലപ്പോൾ കോൺഗ്രസിന് 0 എന്ന അവസ്ഥയിൽ നിന്ന് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. അടുത്ത മോദി സർക്കാരിൻ്റെ ആദ്യ 100 ദിന കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി നരേന്ദ്രമോദി തൻ്റെ യോഗം വിളിച്ചിരിക്കുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളും NDA മുന്നണിയിലെ പ്രമുഖരും യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ചുഴലിക്കൊടുങ്കാറ്റ്, ഉഷ്ണതരംഗമടക്കമുള്ള മറ്റ് വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന പ്രധാന വിവരങ്ങൾ. അതായത് BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ഒരു നീണ്ട കാലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്നു. കാരണം
കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണവുമായി ബന്ധപ്പെട്ട വലിയ ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. അതുമാത്രമല്ല, ബി ജെ പിക്ക് കൃത്യമായി വോട്ട് ലഭിക്കുന്ന നിരവധി പ്രചരണ വിഷയങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം മറ്റൊന്നുമല്ല, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹൈന്ദവ വിശ്വാസികൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്കിടയിൽ അയോധ്യ എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായൊരു വികാരമാണ്. ആ വികാരം ബി ജെ പിക്ക് അനുകൂലമായ വോട്ടായി മാറി എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രവുമല്ല, 370 ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ നിലപാട്, അതിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ജമ്മു കശ്മീരിലടക്കം വലിയ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു വലിയ വോട്ട് ഷെയർ വന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ബി ജെ പിക്ക് ആകുമ്പോൾ പ്രതീക്ഷ തന്നെയാണ് ഈ വിജയം. എന്നാൽ ആശ്വസിക്കാനുള്ള വക ഈ എക്സിറ്റ് പോളിലൂടെ കണ്ടെത്തുന്നത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം സീറ്റ് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരാത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനമെങ്കിലും ചോദിക്കാൻ കഴിയും തരത്തിലുള്ള 60 സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് കരുതുകയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം നശിപ്പിക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നതല്ല ഈ ഫലമെന്ന് അവർക്ക് ആശ്വസിക്കാം. എന്നാൽ രാജ്യത്തെ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ നിര ആകെ തകർന്ന് തരിപ്പണമായി എന്നുള്ള വിവരങ്ങളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി കഷ്ടിച്ച് ജയിച്ചു കയറിയേക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇതിനെ ചിരിച്ചു തള്ളുകയാണ് ബി ജെ പി. റായ്ബറേലിയിൽ കനത്ത പരാജയം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്ന് ബി ജെ പി ക്യാമ്പ് തന്നെ പറയുന്നു. 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ സോണിയാഗാന്ധി വിജയിച്ചു കയറിയ റായ്ബറേലിയിലാണ് കഷ്ടിച്ച് രാഹുൽ ഗാന്ധി കടന്നുകൂടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ എത്രമാത്രം തിരിച്ചടിയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക്, പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ഫലത്തിൽ NDA പ്രതീക്ഷിച്ചത് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതേസമയം തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പിയുടെ യോഗം ഉടനുണ്ടാകുമെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും അതിരൂക്ഷമായ ആക്ഷേപങ്ങളുമായി ബി ജെ പി ക്യാമ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ജൂൺ മാസം 4-ാം തീയതിക്ക് ശേഷം മഷിയിട്ട് നോക്കിയാൽ പോലും ഇന്ത്യ സഖ്യത്തെ കാണാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പരിഹസിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. മോദി 3-ാം ഊഴത്തിലേക്ക്, മോദിയുടെ ഭരണത്തിൽ 5 വർഷം കൂടി ഭാരതം മുന്നോട്ട് പോകും, മോദി ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം തന്നെ.